അതില് കയറി. ഞാൻ കയറിയ സമയത്ത് എല്ലാവരും അതിൽ കളിച്ച് തെളിഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും അതിൽ ബിഗിനറാണ്, എനിക്കൊരു തേങ്ങ അറിയുന്നില്ല. അങ്ങനെ ലാസ്റ്റായി അത് കയറി ഞാൻ വന്ന് എങ്ങനെയെങ്കിലും കയറണമെന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ ആയപ്പോൾ ഭയങ്കര എൻ്റെ ഫസ്റ്റ് റൗണ്ട് അതിൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു വിഷമവും എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള മൈൻഡായിരുന്നു. പിന്നെ കുറേ ഒരു സപ്പോർട്ട് ചെയ്ത് ബ്രദറൊക്കെ ഇങ്ങനെ പറഞ്ഞു നീ എന്നുള്ള രീതി പറഞ്ഞ് അങ്ങനെ അതിൽ ഫൈനലിസ്റ്റ് ആയപ്പോഴേ എനിക്ക് സന്തോഷം. ഇങ്ങനെയാണല്ലോ, കാരണം എൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ എൻ്റെ അമ്മ കാണാൻ വരുന്നു. ആദ്യമായിട്ട് എൻ്റെ ഡാൻസ് സ്റ്റേജിൽ കാണാൻ വരുന്നു. അമ്മ കാണാൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇത്, കാരണം വലിയ ചാനൽ, ഇങ്ങനെ LED വോള്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ലോകമാണ് അതൊക്കെ. എൻ്റെ ലൈഫിൽ നമുക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റാത്ത സംഭവം. അമ്മയൊക്കെ വന്ന് ഇങ്ങനെ സന്തോഷമായിട്ടിരുന്ന് കാണാൻ പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് റൗണ്ട് ഫ്ലോപ്പ് അവിടെ. മറ്റേ ജഡ്ജസ് ഒക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത്, ഞങ്ങൾ ഇതല്ല എക്സ്പെക്ട് ചെയ്തത്, ഇതുകൊണ്ടല്ല വിളിച്ചത്. ഞാൻ നാണം കെട്ട്, എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ നാണം കെട്ട്, എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട്. ഞാൻ മാറിയൊക്കെ നിന്നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. പിന്നെ വാശി വന്ന് ഓരോ റൗണ്ടും കയറി വന്ന് ഓരോരുത്തരെ ബാക്കിലോട്ടാക്കി കയറി വന്ന് ഫൈനലൊക്കെ എത്തിയപ്പോൾ, അതിനിടയ്ക്ക് സെമിയൊക്കെ എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാർ ഔട്ടായി അതിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വാശിയായി, എങ്ങനെ ഫൈനലിൽ കയറണമെന്നുള്ള വാശി. അങ്ങനെ ഫൈനലിൽ കയറി. അതിൽ എൻ്റെ കൂടെ ബാറ്റിൽ ചെയ്ത എല്ലാവരും, ലൈക്ക് ഫൈനലിൽ എത്തിയ എല്ലാവരും എല്ലാ റിയാലിറ്റി ഷോ ഓൾറെഡി ചെയ്ത് തെളിഞ്ഞു നിൽക്കുന്നവരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ അതിലല്ലാതെ. ഇങ്ങനെയും കയറണമെന്നുള്ള മൈൻഡായിരുന്നു. ചെയ്ത് പിന്നെ അതിൽ എന്തോ ഭാഗ്യത്തിന് സെക്കൻഡ് റണ്ണറപ്പായി. അത് കാണാൻ അമ്മ വന്നിരുന്നു. അത് കാണാൻ അമ്മ വന്ന്, അച്ഛൻ വന്ന്, എല്ലാവരും. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത അമ്മ. പിന്നെ ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള രീതിയായി. അപ്പൊ അത് ചേഞ്ച് ചെയ്തല്ലേ എല്ലാവരുടെയും മൈൻഡ് സെറ്റ്? ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. പിന്നെ അതുവഴി എനിക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അങ്ങനത്തെയൊക്കെ